വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2026 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുത്തായിരുന്നു. നിങ്ങൾ വിഷൻ ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ട്രാക്കർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ടൈം ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ദിവസമാണ് ഇന്ന്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്ത ട്രാക്കർ എടുത്ത് നോക്കുക. നിങ്ങൾ എത്ര ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ തൊട്ട് പറയുക, എത്ര ദിവസം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിന് എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ ഒരു 50% ആയിരിക്കും, ചിലപ്പോൾ 60%, 80, 90, 100% പഠിച്ച കുട്ടികളും കാണും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ആ ട്രാക്കർ ഒന്ന് അനലൈസ് ചെയ്യുക. അത് എന്തോ ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മൾ കഴിഞ്ഞു വന്ന പാത്താണ്. നമ്മൾ 30 ദിവസം അല്ലെങ്കിൽ നമ്മൾ ജനുവരി ഒരു മാസം കഴിഞ്ഞതാണ് ആ ഒരു ട്രാക്കറിനെ കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അതിനകത്ത് ഒന്നും ടിക്ക് പോലും ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, അല്ലേ? ചിലർ ചിരിക്കുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ചിലതെന്താ ടിക്ക് പോലും ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാക്കറിൻ്റെ കാര്യം ഒരു ദയനീയാവസ്ഥയിലായിരിക്കും ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു കോട്ട് എഴുതിയിടുക. ഐ വിൽ ഡു ബെറ്റർ ഇൻ ദ നെക്സ്റ്റ് മന്ത്. ഞാൻ എന്ത് ചെയ്യും, അടുത്ത മാസം അടിപൊളിയായിട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ട്, ഐ വിൽ കം ബാക്ക്, അല്ലെങ്കിൽ ദിസ് ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്, എങ്ങനെ പറയാം, എന്തെങ്കിലും ഒരു കോട്ട് എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കുക. ആ ട്രാക്കർ നമ്മൾ എന്ത് വേണം, നമുക്ക് ഡിസംബർ വരെ വേണമെന്ന ട്രാക്കറാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ജനുവരിയിലത് നമ്മൾ ട്രാക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചിലപ്പോൾ ഒന്ന് ഫില്ല് ചെയ്തിട്ടാണത്തില്ല, ചിലപ്പോൾ നമ്മൾ എല്ലാം നല്ല ഭംഗിക്ക് ടിക്ക് ചെയ്ത് ചിലത് ക്രോസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നല്ലൊരു മോട്ടിവേഷൻ കോട്ട് എഴുതാൻ. അതെന്താ, ഐ ഹാവ് എന്ന് പറയുന്നത് ദിസ് മന്ത് വാസ് ഫാന്റാസ്റ്റിക്, അല്ലെങ്കിൽ ദിസ് മന്ത് വാസ് എക്സലൻറ്റ്, ഐ ഡിഡ് മൈ 100% എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എന്തെങ്കിലും ഒരു കോട്ട് എഴുതി വയ്ക്കാം. നിങ്ങളുടെ ട്രാക്കറിൻ്റെ ഒരു ഔട്ട്ലൈൻ അനുസരിച്ച് വേണം നിങ്ങളൊരു കോട്ട് എഴുതി അത് എന്ത് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിലപ്പോൾ ഒന്നും ചെയ്ത് കാണത്തില്ല, എന്നാൽ പോലും അതിനകത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ട്രാക്കർ അങ്ങനെ സെറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്, അല്ലേ? നമ്മൾ ചിലപ്പം നമ്മൾ അമേരിക്കൻ പ്രസിഡന്റാണെന്നൊക്കെ നമ്മൾ എഴുതി വെക്കത്തില്ല. നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കും നമ്മളവിടെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചിലപ്പം നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ചില കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും വിഷൻ ബോർഡിനകത്ത്. നിങ്ങളത് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പിക്ചേഴ്സ്, എന്തെങ്കിലും പുതിയൊരു ആഗ്രഹം നിങ്ങൾക്ക് വന്നു, നിങ്ങൾക്ക് അത് ആഡ് ചെയ്യണം, അത് ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും വിഷൻ ബോർഡിൽ ചെയ്യാം. മനസ്സിലായോ? നമുക്ക് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റാണ്, നമ്മൾ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ്. അതുകൊണ്ട് വിഷൻ ബോർഡ് ഇന്നെടുത്ത് എന്ത് ചെയ്യണം, ഒന്നെടുത്ത് നോക്കി എല്ലാം എല്ലാം സെറ്റാണ്, ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണ് എന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ടൈം ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ജനുവരിയിൽ 2026 ന്യൂ ഇയറിൻ്റെ സ്പിരിറ്റൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്ത് കാണും, ആ ടൈം ടേബിൾ എടുത്തിട്ട് നല്ല ഭംഗിക്ക് ആ ടൈം ടേബിളൊക്കെ പറ്റാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? ഓരോ മണിക്കൂറൊക്കെ കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആയിരിക്കും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു എഡിറ്റ് അതിനകത്ത് വേണമായിരിക്കും, നിങ്ങൾക്ക് അത് കൊടുക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടുന്ന തിരുത്തലുള്ള അതിനകത്ത് കൊടുക്കാം. നിങ്ങൾ ടൈം ടേബിൾ എന്ത് ചെയ്യുക, ഒന്ന് എഡിറ്റ് ചെയ്യുക, ഒന്ന് റിവ്യൂ ചെയ്യുക, ഒന്ന് എഡിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സ്ലോട്ടുകൾ ആഡ് ചെയ്യുക, വേണ്ടാത്ത സ്ലോട്ടുകൾ റിമൂവ് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ, ഫെബ്രുവരി ആണ് വരാൻ പോകുന്നത്. ജനുവരി കഴിയാൻ പോവുക. ജനുവരിയാണ് ഇപ്പോൾ കഴിയും, ഫെബ്രുവരിയാണ് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് കളയാൻ സമയമില്ല. മനസ്സിലായല്ലോ? ഡിഗ്രി പ്രിലിംസ്, അതായത് ഡിഗ്രി എക്സാംസിന് പ്രിലിമിനറി മെയ് മാസത്തിൽ വരും. ഓക്കെ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസമേ ഉള്ളൂ നിങ്ങൾ എക്സാംസിൻ്റെ ഒരു ചാകര തുടങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പ്രിലിമിനറിയും മെയിനും അല്ലാതെ ഒറ്റ എക്സാമും എല്ലാം ഉണ്ട്, അല്ലേ? ഫിസിക്കൽ ഉള്ളതും ഫിസിക്കൽ ഇല്ലാത്തതും, സ്പെഷ്യൽ ടോപ്പിക് ഉള്ളതും സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാത്തതും, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. 2026 നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ഓക്കെ, അപ്പോൾ ആ 2026 നമുക്ക് 2026 ഡിസംബർ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമുക്ക് നമ്മുടെ പറ്റുന്ന രീതിയിൽ 100% ചെയ്തു, ഇനി റാങ്ക് ലിസ്റ്റുകൾ വന്നാൽ മതി, അല്ലെങ്കിൽ വന്ന റാങ്ക് ലിസ്റ്റിന് ജോലി കിട്ടിയാൽ മതി എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ എത്രയെങ്കിലും നമ്മൾ എന്ത് വേണം, നല്ല പോലെ ഈ മാസം തൊട്ട് ഫെബ്രുവരി തൊട്ട് എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ഇട്ടേ പറ്റും. അതിനകത്ത് ഇനി ഒരു ദാക്ഷിണ്യമില്ല, നമ്മൾ റിലാക്സേഷൻ ഇല്ല. മനസ്സിലായല്ലോ? അപ്പം ഇനി നമുക്ക് ഫെബ്രുവരി തൊട്ട് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയില്ലേ, ഫെബ്രുവരിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യത്തില്ല.
മാർച്ച് വന്നിട്ട് ഞാൻ പറയത്തില്ല മാർച്ച് മാസം ആയതേ ഉള്ളൂ നമുക്ക് ഇനി സമയമുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ജനുവരി പോട്ടെ, കാരണം ജനുവരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ വർഷത്തിലോട് കടക്കുക അല്ലേ. നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുത്ത ഒരു വർഷമാണ്. ആ തീരുമാനങ്ങളെല്ലാം ആ ഒരു റൊട്ടീനിലോട്ട് വരാൻ വേണ്ടി, ആ ട്രാക്കിൽ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, ഫെബ്രുവരി എന്ന് പറയുന്ന ഈ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ഫസ്റ്റ് ട്രയൽ ബോൾ എന്ന് പറയത്തില്ല, അത് കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഫസ്റ്റ് ബോൾ. അപ്പോൾ ഈ ട്രയൽ ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് പരീക്ഷണമാണ്. ഓക്കെ, ജനുവരി നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് അട്ടർ ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു അതിനകത്ത് എനർജി എടുത്തിട്ട് ഫെബ്രുവരിയിലോട്ട് കൊണ്ടുപോവുക, മനസ്സിലായോ? ഫെബ്രുവരി തൊട്ട് പൊന്നു മക്കളെ റീടേക്കുകളില്ല. ഇനി ഞാൻ വന്നിട്ട് വീണ്ടും പറയത്തില്ല, ഇനി വന്നിട്ട് ഞാൻ ഇനി പുതിയൊരു പ്ലാൻ സെറ്റ് ചെയ്യാം ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് ഇനി നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ടൈം ടേബിൾ ആയാലും എഡിറ്റ് ചെയ്യാൻ പോകുന്ന വിഷൻ ബോർഡും എഡിറ്റ് ചെയ്യാൻ പോകുന്ന എന്ത് സാധനങ്ങളും അങ്ങ് അറ്റം വരെ ഡിസംബർ വരെ നിങ്ങൾ കൂടെ കാണണം, മനസ്സിലായോ? 2026 എത്ര വയസ്സായെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വയസ്സായെന്ന് ആലോചിച്ച് നോക്കി, മനസ്സിൽ ആലോചിച്ച് നോക്കി എനിക്ക് ഇത്ര വയസ്സായെന്നും. ഇത്രയും വർഷം കൂടെ നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങാൻ പോകുന്ന വർഷമാണ് 2026 നമ്മൾ ഡിസൈഡ് ചെയ്തതാണ്. നിങ്ങൾ അത് ഇപ്പം തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കയ്യിൽ നിന്ന് പോകും, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് 2020 നമുക്ക് പറ്റിയ വർഷമാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന പോസ്റ്റുകൾ വരുന്ന വർഷമാണ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം അടുത്ത വർഷം വരുന്ന എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ജോലി കയ്യിലിരിക്കും, മനസ്സിലായോ? നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഹയസ്റ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് 2026, മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫെബ്രുവരി തൊട്ട് നമ്മൾ എന്താ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റെഡി ആണോ? ഓക്കെ, റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടം വരെ എത്ര പേര് കണ്ടെത്തിയെന്ന് എനിക്കറിയാമല്ലോ. റെഡി എന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ചില കുട്ടികൾ പറയുന്നുണ്ടായിരിക്കും ചേച്ചി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ഒക്കെ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്ന്. എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ എക്സാംസ് വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് തന്നെ പ്രിലിമിനറി, നമ്മുടെ 10th ലെവലിലെ പ്രിലിമിനറി വരുന്നുണ്ട്, CPO 12th ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ബേസായിട്ട് നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ ബോറടിച്ചാണ്. എപ്പോഴും നമുക്ക് വേണ്ടുന്ന ഒരു ഏരിയ ആണ് എന്ത്, കോർ ഏരിയാസ് എന്ന് പറയുന്ന ഏതൊക്കെയാ? മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. പിന്നെ അതിന് എക്കണോമിക്സ് നമുക്ക് ആഡ് ചെയ്യാൻ എൻ്റെ കൂടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പം ഞാൻ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് എക്സാം ആണെങ്കിലും, ഇനി വരുന്ന ഡിഗ്രി ലെവലാണെങ്കിലും +2 ആണെങ്കിലും 10th ലെവലാണെങ്കിലും LGSന് മാത്രമേ ഉള്ളൂ മലയാളം ഇംഗ്ലീഷും ഇല്ലാത്തത്. ബാക്കി എല്ലാ എക്സാമിനും ബാക്കി എല്ലാ സബ്ജക്റ്റും ഉണ്ട്. നിങ്ങൾ LGS മാത്രം മതി എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. ക്ലിയർ ആണല്ലോ? LGS നിങ്ങൾ എഴുതിക്കോ, LGS ജോലി കിട്ടട്ടെ, BFA കിട്ടട്ടെ, ബെവ്കോ LD കിട്ടട്ടെ, നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ കിട്ടട്ടെ, നിങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് LGS ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോർ ഏരിയാസ് ആകുമ്പോൾ എന്താ? മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ എക്സാമിനും വേണ്ടതാണ് മാത്സ്. നിങ്ങൾക്ക് കണക്കറിയാമോ? നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാൻ അറിയാവോ? നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് അറിയാവോ എന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേ? അല്ല, നമ്മളൊരു ജോലിക്ക് ഇരിക്കുമ്പോൾ നമുക്കത് അറിയണം. അപ്പോൾ മാത്സ് എന്തായാലും മസ്റ്റാണ്. പിന്നെ അത് കണക്കാനാണ് ഇംഗ്ലീഷ് നമ്മൾ LGSന് ഒഴികെ ബാക്കി എല്ലാ എക്സാമിനും ഇംഗ്ലീഷ് വേണം. മലയാളം നമ്മുടെ മാതൃഭാഷ അറിയാമോന്ന് അറിയണം, മലയാളം. പിന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഏരിയ ഉള്ളൂ, അത് കവർ ചെയ്ത് പോകാൻ പറ്റും. എക്കണോമിക്സ് അതും ഒരു കുറച്ച് ഏരിയകൾ കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എന്താ വരുന്നത്? സയൻസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, 10, 20, 30 ഒരു 8 മാർക്ക് കൊടുക്കാം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്. 8, 10, 10, 20, 30, 40 ഒരു 50. മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്. നമുക്കൊരു 40, 48 മാർക്കൊക്കെ നമുക്ക് എന്താ ആ ഒരു റേഞ്ച്, ആ ഒരു ഏരിയയിൽ നിന്ന് കവറായി പോകും. അതൊരു വാസ്റ്റ് ഏരിയ അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാം? മാർക്ക് നല്ലപോലെ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എക്സ്ട്രാ വരത്തില്ലേ? നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കുള്ള എക്സാംസ് ആണെങ്കിൽ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് വരും. അത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും മക്കളെ. കാരണം അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഇപ്പം അങ്ങോട്ട് കഴിയുന്നേ ഉള്ളൂ. ജനുവരി 24 എക്സാം ആയിരുന്നു. ആ കുട്ടികൾ ഞാനൊരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസ് എക്സാം കഴിഞ്ഞു. ആ ബാച്ചിലുള്ള കുട്ടികളുടെ റെസ്പോൺസ് വെച്ചിട്ട് എനിക്ക് അറിയാം. കാരണം അവർ 20 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ 20 മാർക്കിന് 1 മാർക്ക് പോലും പോകാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. മനസ്സിലായോ? അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 മാർക്ക് കിട്ടും. ഓക്കെ, ഞാൻ നിലവിൽ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ മെയിലിൻ്റെയും ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 36 വയസ്സിൽ നിങ്ങൾക്ക് എഴുതാം. അതാണ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. CPO എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് എന്താ ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ബേസ് ഒന്ന് സെറ്റ് ആക്കുക.
ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ആദ്യമേ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കോർ ഏരിയാസാണ്. കോർ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ, സയൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 2022 കഴിഞ്ഞിട്ടുള്ള എക്സാംസിനെല്ലാം വരുന്നതിൻ്റെ പ്രത്യേകത എന്താ? 2022 ശേഷമുള്ള എക്സാംസിനെല്ലാം കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അതിനകത്ത് എന്ത് വരുന്നുണ്ട്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്സുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കുറച്ചും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ആൻസർ എഴുതി പോകാൻ പറ്റത്തുള്ളൂ. അത് സത്യമായ ഒരു ബെനിഫിറ്റാ. വെറുതെ കാണാൻ പഠിച്ചിരുന്നവർക്ക് മാത്രമല്ല ജോലി കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ആൻസർ കണ്ടെത്തി നമുക്ക് എഴുതി ജോലി പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ SCRT ടെക്സ്റ്റ് ബുക്കില്ലേ, SCRT ടെക്സ്റ്റ് ബുക്കുകൾ അത് വായിക്കണം. അത് വായിച്ച് അതിനകത്തുള്ള കീ പോയിന്റുകൾ പഠിച്ച് വെക്കണം. അതിനകത്ത് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. സയൻസും സോഷ്യലും ഒക്കെ ഉള്ളൊരു നമുക്കൊരു പ്ലോട്ട് കിട്ടും, എങ്ങനെയൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. 5ാം ക്ലാസ് പഠിച്ച് 6ാം ക്ലാസ്സിലോട്ട് പോയി, 6ൽ നിന്ന് 7ലോട്ട് പോയി, അങ്ങനെ 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ധാരണ കാണും. മനസ്സിലായി? ഒരു ഐഡിയ കാണും, എന്തൊക്കെയാണ് എപ്പോഴാണ് പഠിക്കേണ്ടതെന്ന് നോക്കുക, ഐഡിയ കാണും. ഓക്കെ. അപ്പോൾ SCRT കാര്യം എന്ത് ചെയ്യണം? അങ്ങനെ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഡിഗ്രി ലെവൽ നോക്കുന്നുണ്ടെങ്കിൽ NCERT കൂടി നോക്കണം. SCRTയുടെ ഒരു ബാച്ച് നിലവിൽ 5ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ കുട്ടികൾ 20-25 പേരാണ്ട് 6ാം ക്ലാസ്സിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. 100 പേരുള്ള ബാച്ചാണ് കേട്ടോ. അപ്പോൾ അവർ 6ാം ക്ലാസ്സിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ SCRT ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ 2 സാധനം എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ചുകൾ ഞാൻ നിലവിൽ റൺ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്താൽ മാത്രം പോരല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRTയുടെയും CPOയുടെയും ബാച്ചൊക്കെ റണ്ണിങ് ആണ് ഇപ്പോൾ നിലവിൽ. ഓക്കെ. ഇനി പറയാൻ പോകുന്ന കാര്യം, നമ്മൾ SCRT ഉണ്ട്, നമ്മളതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യമുണ്ട്. അതിനൊക്കെ നമ്മൾ കോർ ഏരിയാസ് നമുക്ക് പഠിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് എന്തൊരു ബേസ്മെൻറ്റ്, നല്ലൊരു അടിത്തറയാവും. മനസ്സിലായോ? ഈ അടിത്തറ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം എന്താ? നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ട്. നല്ല ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുകളിലോട്ട് കെട്ടി കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ സെറ്റാക്കുക. നിങ്ങൾ ടൈം ടേബിൾ സെറ്റാക്കി, ട്രാക്കർ, നിങ്ങളെ വിഷൻ ബോർഡ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം, ഞാൻ ബിഗിനറാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നേം തുടങ്ങണം എന്നുണ്ടെങ്കിൽ കോർ ഏരിയാസ് സെറ്റാക്കുക. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് വൃത്തിയാക്കി സെറ്റാക്കുക. ഒരുപാട് യൂട്യൂബ് ക്ലാസ്സും കാര്യങ്ങളും കിടപ്പുണ്ട്. അതെല്ലാം കണ്ട് പഠിക്കുക. SCRTയുടെ ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. SCRT ബാച്ച് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് വേണമെങ്കിൽ അതും ചോദിച്ചാൽ അത് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങുക. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഡെയിലി പറ്റുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടാം. ഓക്കെ. അതുകൊണ്ട് കൂടെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാക്കിൽ നിങ്ങൾ പുഷ് കിട്ടിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഇങ്ങനെ തെള്ളി നിന്നാൽ മാത്രം നിങ്ങൾ മുമ്പിലോട്ട് വരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറ്റുന്ന ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി എന്ത് ചെയ്യാം? വീഡിയോസ് ഇടാം. പിന്നെ ഞാൻ പറ്റുന്ന രീതിയിൽ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടേക്കാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താണത് പരസ്യങ്ങളൊന്നും കാണാൻ തന്നെ പെട്ടെന്ന് വീഡിയോസൊക്കെ കാണാം. കണ്ട് പഠിച്ചു പോവുക. പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാനും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ. ക്ലാസ്സിൻ്റെ പ്രശ്നം എന്നറിയാവോ? ഇനി ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മോട്ടിവേഷൻ എന്താ? അപ്പം ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ വേണ്ട. എൻ്റെ ഒരു മോട്ടിവേഷൻ എന്താ? നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് എന്താ കുറച്ചുകൂടി വീഡിയോ ചെയ്യാനുള്ള ത്രില്ല് വരുന്നത്. പക്ഷേ ഞാനൊരു പഠിപ്പിക്കുന്ന വീഡിയോ ഇട്ട് ആരും കാണത്തില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിക്കുന്ന വീഡിയോ തോന്നും, നിങ്ങൾ അത് സ്കിപ്പ് അടിച്ച് കളയും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ നല്ല വൃത്തിക്ക് പഠിപ്പിക്കും. മനസ്സിലായല്ലോ? അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുഷ് വേണമെങ്കിൽ, നിങ്ങൾ സ്വയം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുഷിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോസ് ഇടും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് പോകണം. 2024 ഒരുപാട് കുട്ടികളും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം, ചേച്ചിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ മോട്ടിവേറ്റഡ് ആയിരുന്നു, ഞാൻ പഠിച്ചു, എനിക്ക് ജോലി കിട്ടി, ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ചേച്ചി കാണാൻ വന്നോട്ടെ, നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം, അതൊക്കെ പറയണം. ഇതൊക്കെ എൻ്റെ ഡ്രീം കാര്യമാണ് ഈ പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോഷ്യൽ മീഡിയ കിടക്കുന്നല്ല, ഇവിടെ തന്നെ കിടക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ. അതുകൊണ്ട് ഈ വാക്കുകൾ കുറിച്ച് വെച്ചോ. നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്നെ വന്ന് കാണണം. ഓക്കെ. ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു 5% നിങ്ങൾക്കൊരു പഠിക്കാൻ തോന്നൽ വരുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ജോലി കിട്ടി കഴിഞ്ഞിട്ട്. കേട്ടല്ലോ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. 2026 ജനുവരി കഴിയാൻ പോവാണ്. ഫെബ്രുവരി എന്ന് പറയുന്ന മാസം തൊട്ട് ഒരു റീടേക്കും ഇല്ല, ഒരു റിവ്യൂയിങ് ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഗെറ്റിംഗ് റെഡി സെഷനൊക്കെ കഴിഞ്ഞു. ഓക്കെ. നമ്മൾ ഇനി അങ്ങോട്ട് വർക്കിങ്ങിലാണ്. ഓക്കെ. അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നവരെല്ലാവരും ഇന്ന് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫസ്റ്റ് ഡേ ഒരു 4 ഡേ ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ ഇട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങളുടെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ചെയ്യുക ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, 100ൽ 10 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ പോലും അത് വട്ടമിട്ടിട്ട് വെച്ചേക്കുക.
ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചേക്കാം. നമുക്ക് ഡിസംബർ കഴിയുമ്പോഴത്തേക്കും എത്ര മാർക്ക് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാകാത്ത എല്ലാവരും അത് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നെങ്കിലും ഒരെണ്ണം സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം, അതെടുത്ത് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. ഓക്കെ, നമുക്ക് ഡിസംബർ ആകുമ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ റെഡിയാണ്, ഇതെല്ലാം ചെയ്യാം എന്ന് ഉറപ്പുള്ളവർ റെഡിന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതൊക്കെ എന്താ സപ്പോർട്ട് ഇതിലും കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പഠിച്ചാൽ മതി. പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ അവൈലബിൾ ആണ്. എന്നെ വിളിക്കുക, സംസാരിക്കുക. വിളിക്കുക മീൻസ് മെസ്സേജ് അയക്കുക, വോയിസ് അയക്കുക, സംസാരിക്കുക, ചോദിക്കുക, എല്ലാം ക്ലിയർ ആക്കി പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ആമി ഹുമയൂൺ എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ആമി ഹുമയൂണിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ആമി ഹുമയൂണിനകത്ത് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചലഞ്ചിൽ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് 75 ഹാർഡ്, അതിനകത്തോട്ട് എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ അപ്പോൾ കുറേ കുട്ടികൾ പഠിക്കുന്ന ഒരു മോട്ടിവേഷൻ വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പഠിക്കാം. ഓക്കെ, ബൈ.